ഇന്നത്തെ ഏറ്റവും പുതിയ ഭ്രമയുഗം ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. രാഹുൽ സദാശിവത്തിന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മമ്മൂട്ടി ചിത്രം ഭ്രമയുഗം അങ്ങനെ കൃത്യം 6 ദിവസങ്ങൾ തിയേറ്ററുകളിലെ പിന്നിടുകയാണ്. ആദ്യ ദിവസങ്ങളിലെ തന്നെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ ഭ്രമയുഗം എന്ന സിനിമ മികച്ച കളക്ഷൻ നേടിയെടുത്ത് തന്നെയാണ് തുടങ്ങിയത്. പിന്നീട് വീക്കെൻഡിൽ വമ്പൻ കളക്ഷൻ നേടിയെടുത്ത ഈ മമ്മൂട്ടി ചിത്രത്തിന്റെ 6ാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പ്രകാരം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ കളക്ഷൻ ഇടിവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും ഞായർ തിങ്കൾ ദിവസങ്ങളിലെ 50%-ലധികമുള്ള ഒരു ഇടിവൊന്നും തന്നെ ഇവിടെ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെ സിനിമയ്ക്ക് വന്നിട്ടില്ല എന്നത് പ്രത്യേകം എടുത്തു പറയട്ടെ. ഇന്നലെ ഇതേ സമയം 75 ലക്ഷത്തിൽ പരമായിരുന്നു കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്നത് 64 ലക്ഷത്തിൽ പരമാണ്. അപ്പോൾ ഇന്നത്തെ സിനിമയുടെ എസ്റ്റിമേറ്റ് കണക്കുകൾ പ്രകാരം 1,20,00,000-നും 1,50,00,000-നും ഇടയിൽ സിനിമയ്ക്ക് കേരളത്തിൽ ഗ്രോസ് കളക്ഷൻ ഉണ്ടാകും. ഇന്നലെ തിങ്കളാഴ്ച ദിവസം അത് 1,65,00,000 1.5 കോടി ഇന്ന് സിനിമയ്ക്ക് കേരളത്തിൽ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞാൽ 6 ദിവസത്തെ കേരള കളക്ഷൻ 15 കോടി ഗ്രോസ് കളക്ഷനിലേക്ക് എത്തുന്നതാണ്. കൃത്യമായ കേരള കളക്ഷൻ നാളെ അറിയാനായിട്ട് കാത്തിരിക്കൂ. ഇനി ഭ്രമയുഗത്തിന്റെ വേൾഡ് വൈഡ് സ്റ്റാറ്റസിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് തന്നെ 32 കോടിയോളം രൂപ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ 5ാം ദിവസത്തെ കണക്കുകൾ പ്രകാരം 35 കോടി രൂപയ്ക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ ആയിരുന്നു ലോകമെമ്പാടും നിന്നും നേടിയെടുത്തത്. ഇന്ന് സിനിമയ്ക്ക് ഏകദേശം 3 കോടിയോളം രൂപ ഗ്രോസ് കളക്ഷൻ ആണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ വെറും 6 ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാടും നിന്നും 38 കോടി രൂപയിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എത്തും. അങ്ങനെയെങ്കിൽ വളരെ മികച്ച കളക്ഷൻ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ഒപ്പം നാളെ സിനിമയുടെ 7ാം ദിവസമാണ്. അപ്പോൾ ഒരാഴ്ച കൊണ്ട് തിയേറ്ററുകളിൽ നിന്ന് ചിത്രം 40 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെടുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയ ഭ്രമയുഗത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.